ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം മറ്റൊരു സൺഡേയുടെ ഈവനിങ് വിശേഷങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിനി വ്ലോഗാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലുള്ള ബിഗിനേഴ്സിന് വേണ്ടത്. അതുകൊണ്ട് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സൺഡേയുടെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സൺഡേ ഹോളിഡേ ആണ്. പിന്നെ ഞങ്ങൾ ഇന്ന് 4 പേരും ഉണ്ടായിരുന്നു വീട്ടിൽ. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ഫ്രീ ആവില്ല, ചിലപ്പോൾ അച്ഛൻ ഉണ്ടാവില്ല. അച്ഛൻ എങ്ങോട്ടെങ്കിലും ലോങ് ആയിട്ട് ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അന്ന് അച്ഛൻ ഫ്രീ ആയിരിക്കില്ല. ഇന്നത്തെ സൺഡേ അച്ഛനും ഫ്രീ ആണ്. അപ്പോൾ ഇന്ന് 4 പേരും കൂടെ ആയിരുന്നു ഇന്നത്തെ സൺഡേ. പിന്നെ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇറ്റ്സ് എ നോർമൽ സൺഡേ. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ സൺഡേസിലൊക്കെ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും പോവും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ ക്ലീനിങ് ആയിരുന്നു. അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സൺഡേ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നില്ല. രാവിലെ സൺഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആസ് യൂഷ്വൽ ഞങ്ങൾ ഇത്തിരി വൈകിട്ടാണ് എണീറ്റത്. അങ്ങനെ ഉച്ചവരെ അന്നത്തെ ഡെയിലി റുട്ടീനൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നിരിക്കുന്ന സമയത്താണ് നല്ല മഴ പെയ്തത്. പിന്നെ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് മഴ പെയ്യുന്നത്. പിന്നെ ഒരു 4 മണി 4:30 വരെ മഴ തന്നെയായിരുന്നു. ഉച്ചവരെ നല്ല വെയിലും ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു ഇന്നത്തെ സൺഡേ. നല്ല മഴയൊക്കെ വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ 4 പേരും കൂടെ പോയിരുന്നു. മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ ഭയങ്കര രസമാണല്ലോ. പിന്നെ ഞങ്ങൾ അങ്ങനെ മഴയൊക്കെ കണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മമ്മയും പിന്നെ അമ്മയുടെ അനിയത്തി, എൻ്റെ മേമയും പിന്നെ മേമയുടെ മോനും കൂടെയൊക്കെ വരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ അവരുണ്ടായിരുന്നു കുറച്ച് നേരം. ആ നല്ല മഴ പെയ്യുന്ന സമയത്ത് ആ മഴയത്താണ് അവർ വന്നത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വന്നിരുന്ന് സത്യം പറഞ്ഞാൽ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വന്നതോടെ ആ ബോറടി അങ്ങ് മാറിക്കിട്ടി. പിന്നെ കുട്ടുവിന് സത്യം പറഞ്ഞാൽ ഈ മഴയൊക്കെ കാരണം, അല്ലെങ്കിൽ അവന് ഒരു 3 മണി ഒക്കെ ആകുമ്പോഴേക്കും തുടങ്ങും, അമ്മ ഞാൻ കളിക്കാൻ പോട്ടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടാവും. അവരെല്ലാവരും കൂടെ കളിയാണ് പതിവ്. അപ്പോൾ ഇന്ന് മഴയായത് കാരണം എല്ലാവരും ബോറടിച്ച് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഓനും പെരും ബോറടിയായിരുന്നു. പിന്നെ അവരൊക്കെ മേമയും അമ്മമ്മയൊക്കെ വന്ന സമയത്ത് ഓന് കളിക്കാൻ ഒരാളെ കിട്ടി. പിന്നെ അവർ 2 പേരും കൂടെ ഭയങ്കര കളിയായിരുന്നു. അതോടുകൂടെ അവൻ്റെ ബോറടി മാറിക്കിട്ടി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം അമ്മയുടെ വണ്ടിയൊക്കെ എടുത്ത് മെല്ലെ ഉരുട്ടി കളിക്കാൻ തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ ഓടിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വണ്ടി കിട്ടാറില്ല അങ്ങനെ. കാരണം അമ്മ ഡെയിലി വണ്ടിയും കൊണ്ടല്ലേ ഓഫീസിൽ പോവാറ്. അപ്പോൾ പിന്നെ അമ്മ വൈകുന്നേരം വരുമ്പോൾ തന്നെ 5 മണി 5:30 ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ടൈം ഉണ്ടാവില്ലല്ലോ. പിന്നെ ആകെ ഈ ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ടൈം. അപ്പോൾ അങ്ങനെ അവർ വന്ന് ഞങ്ങൾ കയറി ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഞാനും അമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് കുറച്ചായി. കാരണം ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത്, അല്ലെങ്കിൽ അവിടെ സമ്മർ വെക്കേഷൻ്റെ സമയത്ത് 2 മാസം ലീവ് ഉണ്ടല്ലോ. അപ്പോൾ 1 മാസത്തോളം അവിടെ പോയി നിൽക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ട്യൂഷനും ഒക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റില്ല. കാരണം പിന്നെ ഈ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2-3 ദിവസം പോയി നിന്നു. 2 ദിവസം അതിലപ്പുറം പോയി നിൽക്കാൻ പറ്റിയിട്ടില്ല. 2 ദിവസം നിന്നു. പിന്നെ അപ്പോഴേക്കും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒക്കെ ക്യാമ്പ് വന്നു, ഞാൻ പറഞ്ഞു. പിന്നെ ക്യാമ്പ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ പിറ്റേ ദിവസം തൊട്ട് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡെയിലി ട്യൂഷനായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല പോയി നിൽക്കാൻ. അപ്പോൾ അതന്നെയായിരുന്നു അമ്മമ്മയ്ക്കും പരാതി. ഇനി എന്നാ വന്ന് നിൽക്കുക, വെക്കേഷന് 1 മാസത്തോളം നിൽക്കുന്ന പെണ്ണപ്പം അങ്ങോട്ട് വരണേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയായിരുന്നു. പിന്നെ ഞാൻ പോയി നിൽക്കുന്നില്ലെങ്കിലും കുട്ടു അവിടെ പോയിട്ട് ഒരുപാട് ദിവസം നിന്നു വെക്കേഷൻ. കാരണം അവന് വെക്കേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ആ ലാസ്റ്റ് മന്തിലോട്ടാണ് വന്നത്. വെക്കേഷൻ കഴിയാറായി. ഈ ഒരു ലാസ്റ്റ് മന്തിലാണ് അവന് വെക്കേഷൻ വർക്കൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആ മന്തിൽ അവൻ ഫുൾ ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് അവനവിടെ പോയി നിന്നു. പക്ഷേ ഞാനാണ് സത്യം പറഞ്ഞാൽ അൺലക്കി. എനിക്ക് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ വെക്കേഷൻ കഴിയാറായില്ലേ, ഇനിയിപ്പോൾ പോയി നിൽക്കലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ തോർന്ന് ഏകദേശം ഒരു 4 മണി 4:30 ആയപ്പോൾ അവർ പോയി.
അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ബോറടിയായി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടി വി ഒക്കെ വെച്ച് ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം സമയം കളഞ്ഞു. പിന്നെ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ ബുക്സും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ മഴയൊക്കെ കാരണം പിന്നെ എവിടെ പോകാനാണ്. അപ്പോൾ പിന്നെ വേറെ എവിടേക്കോ ഇന്നിപ്പോൾ ഫ്രീ അല്ലേ, നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്ലാനിങ്ങൊക്കെ ഭയങ്കരമാണല്ലോ, ഒന്നും നടന്നില്ല എന്നുള്ളൂ. മഴ കാരണം വേറെ എവിടെയും പോകാൻ പറ്റില്ല. ഇന്നിപ്പോൾ മഴയല്ലേ, ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എത്താൻ ലേറ്റ് ആവും, അപ്പം ഇന്ന് പോകണില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മഴ കാരണം എല്ലാം കുളവായ ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. അങ്ങനെ 4 പേരും കൂടി ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടു അമ്മ ഭയങ്കര തലവേദനയാണ്, അമ്മ തലവേദനിച്ച് നിൽക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അപ്പോൾ അമ്മ കുറച്ച് വിക്സൊക്കെ എടുത്ത് തേച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മ പ്രത്യേകം പറയണ്ടായിരുന്നു കുറച്ച് നേരം ഒരു ഭാഗത്തൊന്ന് ഒതുങ്ങിയിരി, അപ്പം തന്നെ പകുതി തലവേദന പൊക്കോളും എന്ന് പറയണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ എണ്ണയിൽ കടുകിട്ട പോലെ പൊട്ടിത്തെറിക്കുന്ന അമ്മ പ്രത്യേകം അവനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, എണ്ണയിൽ കടുകിട്ട പോലെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാധനം എന്ന് പറയാറുണ്ട് എപ്പോഴും. കാരണം ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പല്ല. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയാറ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ മെയിൻ പരിപാടി, വൈകുന്നേരത്തെ ചായ, അത് മസ്റ്റാണല്ലോ. അങ്ങനെ അമ്മ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും വേണ്ടേന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോയി. നല്ല പൂള ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പൂള പുഴുങ്ങി നമ്മൾ വറവൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 4 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കും കുട്ടൂനും കൂടുതലിഷ്ടം നമ്മൾ പിന്നെ ക്രീമി ആയിട്ട് ഉണ്ടാക്കൂലേ, വെള്ളമൊക്കെ ഒഴിച്ച് പൂളയൊന്ന് വേവിച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് ഉടച്ചിട്ട് വറവിട്ടിട്ട് ഉണ്ടാക്കുമ്പം അങ്ങനെ ക്രീമി പോലെ ആവില്ലേ, അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അച്ഛന് ഇങ്ങനെ ക്രീമി ആവണേക്കാളും കൂടുതൽ നമ്മൾ ഉടയ്ക്കാണ്ട് അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് പിന്നെ അങ്ങനെ വേവിച്ച് നേരെ വറവിടുകയാണ് ചെയ്തത്. അങ്ങനെ നല്ല പൂളയും കട്ടൻ ചായയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂളയ്ക്ക് ടച്ചിങ്സ് ആയിട്ട് കുറച്ച് അച്ചാറും. അങ്ങനെ പൂളയും കട്ടൻ ചായയും അച്ചാറൊക്കെ കൂട്ടി അങ്ങ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വൈകുന്നേരത്തെ സ്ഥിരം കാര്യങ്ങളൊക്കെ, വൈകുന്നേരത്തെ റൊട്ടീനൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോർന്നല്ലോ. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി, നല്ല ചമ്മര ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി അമ്മ. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീടിൻ്റെ അകം മുഴുവൻ അടിച്ചു വാരിയിട്ടു. നമ്മുടെ ഇനിയിപ്പോൾ വൈകുന്നേരം വിളക്കൊക്കെ കത്തിക്കാനുള്ളതല്ലേ, അപ്പോൾ വീടൊക്കെ ഫുള്ള് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, എന്താ ഇനിയിപ്പോൾ നേരെ വിളക്കത്തിക്കാൻ ടൈമായില്ലേ, വേഗം പോയി മേല് കഴുകിയിട്ട് വാ, എന്നിട്ട് വിളക്കത്തിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ പോയി മേല് കഴുകി വിളക്കത്തിക്കാനുള്ള പരിപാടികൾ നോക്കി. അപ്പോൾ അമ്മ അപ്പോഴേക്കിനും വിളക്കൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു. അങ്ങനെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ പരിപാടികളൊക്കെ ആയി. പിന്നെ വിളക്കത്തിക്കാനുള്ള പുറപ്പാടായി. അതൊക്കെ തന്നെ സ്ഥിരം എല്ലാ വീട്ടിലും ഉള്ളത്. അങ്ങനെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നീങ്ങുമായിരുന്നു. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാറില്ല. ഇതിപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഒരു ഗ്യാപ്പിലിടുന്ന വീഡിയോ ആണ്. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ബിസി ആയിരുന്നു. അതിനിടയ്ക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അങ്ങനെ കുറച്ച് ടൈമിൻ്റെ ഗ്യാപ്പിന് ശേഷം ഇടുന്ന വീഡിയോ ആണ് ഇത്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഇതോടുകൂടിയൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ എൻഡിങ്ങും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത്. പിന്നെ ഈ വീഡിയോസിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വ്ലോഗായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.